പറഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും നമ്മൾ ചെയ്തതിൻ്റെ ഫലമായിരിക്കും കിട്ടുക. ഹമേ ഹമേശ് അപ്നെ കിയേ കെ ഫൽ മിൽത്താ ഹേ. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിരിക്കും കിട്ടുക. അച്ഛ കരങ്കെ തോ അച്ഛ പരിണാം പ്രാപ്ത് ഹോഗ. നല്ലത് ചെയ്താൽ നന്മ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. और बुरा करने पर बुरा परिणाम प्राप्त होगा. തിന്മ ചെയ്താൽ തിന്മയുടെ ഫലം തന്നെ നമ്മൾക്ക് കിട്ടും. ആയിയെ एक कहानी के माध्यम से इस सच्चाई को समझाए. ഞാനൊരു കഥയിലൂടെ നിങ്ങൾക്ക് ഈ സത്യം ഞാൻ മനസ്സിലാക്കി തരട്ടെ. ഈ കഥയിലൂടെ നിങ്ങൾക്ക് ഞാനിത് മനസ്സിലാക്കി തരട്ടെ. ലേഖകൻ ഇത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലേ. ഇതാറ് ഒരു കഥയാണ്, അത് പ്രത്യേകിച്ച് ആരും എഴുതാനൊന്നുമില്ല. എന്നാൽ ഈ കഥയിലൂടെ ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. राजा रामदेव राय उदार दयालु तथा कर्तव्यदक्ष थे. അപ്പോൾ നമ്മുടെ രാജാവിൻ്റെ പേരെന്നാ? രാംദേവ്. രാജാവ് രാംദേവ് ഉദാരശീലനായിരുന്നു, ജീനിയസ് ആയിരുന്നു അല്ലേ. ഉദാരശീലൻ എന്ന് പറഞ്ഞാൽ ഉദാർ എന്ന് പറഞ്ഞാൽ ഉദാരശീലനാണ്. മറ്റുള്ളവർക്ക് മനസ്സറിഞ്ഞ് സംഭാവന ചെയ്യുന്ന ആൾ ഉദാരൻ. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക്, നമ്മുടെ ബന്ധപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ ആർക്കും ചുമ്മാതെ ഒരു കണക്കില്ലാതെ കൊടുക്കുന്നതാണ് ഉദാരമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഉദാരമായി വാരി കോരി കൊടുക്കുക, ഇതിനാണ് ഉദാരശീലത എന്ന് പറയാം. ഉദാരായിരുന്നു അദ്ദേഹം, വാരി കോരി കൊടുക്കുമായിരുന്നു. ദയാലു, ദയയുള്ളവനായിരുന്നു, ദയാൽ നിറഞ്ഞവനാണ് ദയാലു. തഥാ കർത്തവ്യദക്ഷ ഥേ. കർത്തവ്യം, തൻ്റെ വർക്ക്, തൻ്റെ ജോലിയിൽ കർത്തവ്യബോധമുള്ളവനായിരുന്നു. നിങ്ങളുടെ ജോലി എന്താണ്? പഠിക്കുക എന്നാണ്. ആ പഠിക്കുന്ന ജോലി നിങ്ങൾ കർത്തവ്യബോധമുള്ളവരാണ്. സ്വയം ആലോചിച്ച് നോക്കുക. അപ്പോൾ കർത്തവ്യബോധമുള്ളവരായി തീരണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യം കൃത്യനിഷ്ഠതയോടെ ചെയ്യുന്നതിനാണ് കർത്തവ്യബോധം എന്ന് പറയുന്നത്. പിന്നെ എഴുന്നേറ്റ് പഠിക്കുക, ഇങ്ങനെ കർത്തവ്യം, എനിക്ക് പഠിക്കണം എന്നുള്ള നിങ്ങളുടെ ബോധ്യമാണ്. അതാണ് ഇമ്പോർട്ടൻ്റ്. കൊച്ചുകുട്ടികളായി നിങ്ങൾക്ക് എപ്പോഴും പഠിക്കുക എന്നതാണ് നിങ്ങളുടെ കർത്തവ്യത്തിലെ ഏറ്റവും വലിയൊരു കാര്യം അല്ലേ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പാലിച്ചേ പറ്റുള്ളൂ, എങ്കിലും കർത്തവ്യബോധമുള്ളവരായിരിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ രാജാവ് തൻ്റെ കർത്തവ്യത്തിൽ ബോധമുള്ളവനായിരുന്നു. കർത്തവ്യബോധത്തിൽ ഉള്ള ആളായിരുന്നു നമ്മുടെ രാജാവ്. साथ ही कला और साहित्य के मर्मज के रूप में भी विख्यात थे. അദ്ദേഹത്തിൻ്റെ രാജസദസ്സ് കലയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. കല ഔർ സാഹിത്യത്തെയും കലയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സദസ്സായിരുന്നു രാജാവിൻ്റെ രാജസഭ. മർമജ് കെ രൂപമേ ഭി വിജ്ഞാത. മർമജ് എന്ന് പറഞ്ഞാൽ രഹസ്യക്ക് ജാനനേ വാല, രഹസ്യം, മർമ്മം അറിയുന്ന ആൾ അല്ലേ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പല മർമ്മങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. രഹസ്യം, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ആ ഭാഗത്തൊക്കെ ഒരു മർമ്മമുള്ള നമ്മുടെ ശരീരത്തിന് എവിടെ ഒരു എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചാൽ ആൾ മരിച്ചു പോകും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മർമ്മം എന്ന് പറഞ്ഞാൽ ഏതൊരു സംഗതിയുടെയും പ്രധാനപ്പെട്ട കാര്യമാണ് മർമ്മം. അതായത് കലയുടെയും സാഹിത്യത്തിൻ്റെയും രഹസ്യങ്ങൾ അറിയുന്ന ആളായിരുന്നു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയുന്ന ആളായിരുന്നു നമ്മുടെ രാജാവ്. മനസ്സിലായോ? അപ്പോൾ കലയും സാഹിത്യവും അദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ അലങ്കരിച്ചിരുന്നു. അതിൻ്റെ മർമ്മം അറിയാവുന്ന ആളായിരുന്നു നമ്മുടെ രാജാവ്. ചുമ്മാ ഒരാൾ എന്നൊരു പാട്ട് പാടിയ അയാൾക്ക് സമ്മാനം ഒന്നും കൊടുത്തിട്ടില്ല. കാരണം അയാൾ പാടിയത് കറക്റ്റാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ രാജാവ് അയാൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു. കാരണം ഇതിൻ്റെ മർമ്മങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മർമ്മം. ओके, कलाकारों तथा साहित्यकारों को इनके राज्य में उदार आश्रय मिला हुआ था. അപ്പോൾ രാജാവിൻ്റെ സദസ്സിലെ കലാകാരൻ
തഥാ സാഹിത്യകാരൻ, കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉദാരമായ ഒരു ആശ്രയം, ഒരു ഷെൽട്ടർ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് കിട്ടിയിരുന്നു. അവർക്ക് നല്ലൊരു തണല് കിട്ടിയിരുന്നു. रामदेव राय के दरबार में चंद्रगुप्त नामक राजकवि थे. ഈ രാംദേവ് റായിയുടെ രാജസദസ്സിൽ ചന്ദ്രഗുപ്തൻ എന്ന പേരുള്ള ഒരു രാജകവി ഉണ്ടായിരുന്നു. ഒരു രാജാവിനെ പാട്ടൊക്കെ മനോഹരമായി പറഞ്ഞു കേൾപ്പിക്കുന്ന ഒരു കവി. അങ്ങനെ ഒരു കവിയാണ്, അതാണ് രാജകവി കേട്ടോ. ഉനക്ക് കവിതായം സുനനെ രാജാക്കോ അനോഖ ആനന്ദ പ്രാപ്തി ഹോത്താ. എന്താ ചിലർ പാടുമ്പോൾ നമ്മൾ ഭയങ്കര ആനന്ദം തോന്നും, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഹൃദയ സ്പർശിയായിട്ടായിരിക്കും അവർ പാട്ടുകൾ ആലപിക്കുക. പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവാണ് അല്ലേ, ഒത്തിരി പ്രധാനപ്പെട്ട ഒരു കഴിവാണ് പാട്ട് പാടുക. അപ്പോൾ രാജാവിന് ഭയങ്കര നമ്മുടെ ചന്ദ്രഗുപ്ത്, നമ്മുടെ രാജകവിയുടെ പേരെന്താണ്? ചന്ദ്രഗുപ്ത്. അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിൽ രാജാവിന് ഭയങ്കര ആനന്ദം കിട്ടുമായിരുന്നു, സന്തോഷം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എന്നും ഈ രാജകവിയുടെ പാട്ട് കേട്ടിരിക്കുന്ന രാജാവ് എന്നും ഹാപ്പി ആയിരിക്കും അല്ലേ, എന്നും അല്ലേ. അപ്പോൾ എനിക്ക് കവിതായം സുന്നമേ രാജാക്കോ അനോഖ ആനന്ദ പ്രാപ്തി ഹോതാ. അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് കേൾക്കുക, അദ്ദേഹം ഈ പാട്ട് പാടി കേൾക്കുക എന്നത് രാജാവിൻ്റെ ഒരു അനോഖ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും വലിയ ഒരു ആനന്ദം രാജാവിന് കിട്ടിയിരുന്നു. അനോഖ എന്ന് പറഞ്ഞാൽ അനോഖ ആനന്ദം എന്ന് പറഞ്ഞാൽ മാജിക്കൽ ഹാപ്പിനെസ് ആണ്. മാജിക്കൽ, പറഞ്ഞറിയിക്കാനാവാത്ത വിശിഷ്ടമായ ഒരു ആനന്ദം രാജാവിന് കിട്ടുമായിരുന്നു. രാജ നിയമിത रूप से चंद्रगुप्त की कविता सुनने और उन्हें पुरस्कार स्वरूप 5 सोने के मोहरें दिया करते थे. അപ്പോൾ രാജാവ് നിയമിത രൂപസെ, നിയമാനുസൃതമായിട്ട്, അല്ലാണ്ട് ചുമ്മാ നിന്ന് രാജാവിൻ്റെ ഈ കവിയുടെ പേര് പാട്ട് കേൾക്കാറില്ല. നിയമിത രൂപസ്, നിയമാനുസൃതമായി ഈ കവിയുടെ പാട്ട് കേൾക്കുകയും അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനമായിട്ട് 5 സ്വർണത്തിൻ്റെ നാണയങ്ങൾ ഈ കവിക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഈ രാജാവ്. രാജാക്കൻ നിജി സേവക് ശംഭു ബഡാഹി ലാൽച്ചി ഥ. നിജി സേവക് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ സ്വന്തം സേവകൻ, രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന ആളാവാം. ബഡാ ലാലച്ചി ഥ, അദ്ദേഹത്തിന് ഭയങ്കര അത്യാഗ്രഹിയാണ്. ലാൽച്ചി എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമാണ്. അപ്പോൾ അത് ഭയങ്കര ഗ്രീഡി എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ ലാൽച്ചി ആയിരുന്നു, ഭയങ്കര അത്യാഗ്രഹിയായിരുന്നു. വഹ് സോച്ചാ കർത്താ ഥ, അദ്ദേഹം ചിന്തിക്കാറുണ്ടായിരുന്നു. കി വഹ് ബുഡാ കുച്ച് കവിതായം സുനക്ക് റൊസാനെ സോനെ കി മൊഹരെ ആയിട്ട് താഹേ. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്, ഈ ബൂഡ എന്ന് പറഞ്ഞ വൃദ്ധൻ, വയസ്സൻ, ഈ കിളവൻ എല്ലാ ദിവസവും രാജാവിനെ ചെന്ന് കുറേ കവിതകളുമായിട്ട് കേൾപ്പിച്ചിട്ട് എല്ലാ ദിവസവും സ്വർണ്ണ നാണയങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് പോകുന്നു. और मांगने पर ही मेहनत के बाद मुझे केवल 10 coins मोहरे ही मिलते. ഒരു മാസം മുഴുവൻ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി തൊട്ട് ഒരു മാസം കംപ്ലീറ്റ് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആകെ കിട്ടുന്നത് 10 കോയിൻസാണ്. രാജാവാണെങ്കിൽ ഓരോ ദിവസം ജോലി ചെയ്യും. അല്ല, ഈ ചന്ദ്രഗുപ്ത, ഈ ബുഡാ കവി ഓരോ ദിവസം രാജാവിനെ പാടി കേൾപ്പിച്ച രാജാവ് കൊടുക്കുന്ന 5 സ്വർണ്ണ നാണയങ്ങൾ. ഇതെങ്ങനെ ശരിയാകും? ഇങ്ങനെ ശംഭു ചിന്തിക്കാനായിട്ട് തുടങ്ങി. അവർ മഹിനെ ഫർ മെഹനത്ത് കെ ബാദ്, മാസം മുഴുവൻ അധ്വാനിച്ചതിന് ശേഷം മുझे केवल 10 मोहरे ही मिलता है, എനിക്കാണെങ്കിൽ ആകെ 10 നാണയങ്ങളാണ് കിട്ടുക. മൻഹി മൻ വഹ് കവിരാജ് കോ ഈർഷ്യ കർണേ ലഖാ ഥ. അങ്ങനെ മൻഹി മനസ്സിൽ അദ്ദേഹത്തിന് കവിരാജിനോട്, ഈ രാജകവിയോട് ഭയങ്കര ഈർഷ്യ, ജലസ്നെസ്, അസൂയ, കുശുമ്പ്, കർണേ ലഖാ ഥ ഇങ്ങനെ വരാൻ തുടങ്ങി. ഈ രാജകവിയോട് ഭയങ്കരമായ അസൂയ വരാനായിട്ട് ഈ ശംഭുവിന്, സേവകന് തുടങ്ങി. രാത് ദിൻ വഹ് ചന്ദ്രഗുപ്ത കെ വിനാശ് കെ ഉപായ സോചതാ ഥ.
എനിക്കെങ്ങനെ രക്ഷപ്പെടാമെന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. ഈ രാത്രിയും പകലും മുഴുവനും ഈ ചന്ദ്രഗുപ്തനെ എങ്ങനെ നശിപ്പിക്കാമെന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചത്. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം, നല്ല കാര്യം ഞാൻ കൊണ്ടേ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടേ കാണിച്ചിട്ട് അത് രാജാവിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടുമല്ലോ എന്ന് അല്ല അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം എന്താണ് ചിന്തിച്ചത്? ചന്ദ്രഗുപ്തനെ എങ്ങനെ നശിപ്പിക്കാമെന്നാണ് ചിന്തിച്ചത്. ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്ത് വിഡ്ഢിയല്ലേ നമ്മുടെ ശംഭു. അപ്പം ഏക്ക് യോജന എന്താ സംഭവിച്ചു? കാവി സോച്ച് വിചാർക്കിയ ബദോസിനെ ഏക്ക് യോജന ബനായി. ഒരുപാട് രാത്രിയിൽ ഉറക്കമില്ല, പകലോ ജോലി ചെയ്യുമ്പോഴും ഉണ്ണുമ്പോഴും കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒരേ ഒരു ചിന്തയുള്ളൂ, ചന്ദ്രഗുപ്തനെ എങ്ങനെ നശിപ്പിക്കാം. ആ ഒരൊറ്റ ചിന്തയുള്ളൂ. എന്നാൽ ഈ ചിന്ത എനിക്ക് എങ്ങനെ വിജയിക്കാം എന്നായിരുന്നുവെങ്കിൽ എത്രയെല്ലാം കാര്യങ്ങൾ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് കാണിച്ച് ഇദ്ദേഹത്തിന് സമ്മാനം മേടിക്കാൻ കഴിയുമായിരുന്നു അല്ലേ? അപ്പോൾ വിനാശകാലെ വിപരീത ബുദ്ധി. നശിക്കാനുള്ളവനാണ് ഇത് കൂട്ട് വിചാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരുടെ ദ്രോഹം ആലോചിക്കുന്നവൻ ആരായാലും, മറ്റുള്ളവരുടെ ദ്രോഹം ആലോചിക്കുന്നവൻ ആരായാലും അവന് അതിൻ്റെ ദുരന്ത ഫലം അനുഭവിച്ചേ മതിയാകൂ. അതിന് സംശയം ഇല്ല, ഒരു സംശയം വേണ്ട. അതിൻ്റെ ഫലം അവർക്ക് കിട്ടും, അത് ഉറപ്പാണ്. മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ദ്രോഹം ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും നന്മ വരികയില്ല. ആദ്യമൊക്കെ അവർ കുറേ ജയിച്ച് നിന്നേക്കാം, പക്ഷേ അന്തിമ വിജയം സത്യത്തിന് മാത്രമായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. എന്തായാലും വിപരീത ബുദ്ധി ആയതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാനായിട്ട് അദ്ദേഹത്തിന് തോന്നിയത് തന്നെ. അപ്പോൾ സുനക്കർ രാത്രി മുഴുവനും പകലും രാത്രി മുഴുവനും ആലോചിച്ച് അദ്ദേഹം ഒരു പ്ലാൻ തയ്യാറാക്കി ചന്ദ്രഗുപ്തനെ നശിപ്പിക്കാൻ. ഏക ശാം ശംഭു കവിരാജ് ഘർ പहुंच. രാവിലെ കവിതയൊക്കെ പാടി രാജാവിനെ കേൾപ്പിച്ച് രാജാവിനെ സന്തോഷിപ്പിച്ചതിന് ശേഷം 5 മൊഹറം മേടിച്ചുകൊണ്ട് നമ്മുടെ കവിരാജ് വീട്ടിലേക്ക് പോകുമായിരിക്കാം, അതറിയില്ല. എന്തായാലും വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ശംഭു കവിരാജിൻ്റെ വീട്ടിലെത്തി. घर पहुंचा എത്തി. കവിരാജിനെ ഉസ്ക യഥായോഗ്യ സ്വാഗതം കിയ. നമ്മുടെ കവിരാജ് ഈ വന്ന ശംഭുവിനെ യഥായോഗ്യ അദ്ദേഹത്തിന് വേണ്ട ആദരവെല്ലാം കൊടുത്ത് വീട്ടിൽ കയറ്റി ഇരുത്തി. बात यह है कि इतना कागर शंभु रुक गया. ഞാൻ വന്നതിനൊരു കാരണമുണ്ട്, അങ്ങയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശംഭു പറയാണ്. ഇത്തന കഹുക്കർ ശംഭു രുഗയ. ഇത്രയും പറഞ്ഞിട്ട് ശംഭു നിർത്തി. ചന്ദ്രഗുപ്ത ഉത്സുകദാസെ ഉൻകി ഓർ ദേഖനേലേക. ഇവനെന്താ പറയുക? അപ്പോൾ ആരെങ്കിലും ഒരു അർത്ഥോക്തിയിൽ നമുക്കെല്ലാവർക്കുമുള്ള ഒരു പ്രോബ്ലമാണ്. ആരെങ്കിലും ഒന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാനിങ്ങനെ, അത് അറിയാനുള്ളൊരു ജിജ്ഞാസ നമ്മുടെ എല്ലാം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മളെല്ലാം മനുഷ്യരല്ലേ. അപ്പോൾ അങ്ങനെയുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയും, അയ്യോ ഇപ്പം പറയില്ല കേട്ടോ, അത് പിന്നെ പറയാമെന്ന് അതുവരെ ടെൻഷനായിരിക്കും തലയ്ക്കകത്ത്. എന്തായിരിക്കും അവർ പറയാൻ പോണേ, എന്തായിരിക്കും പറയാൻ പോണേന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്മുടെ ചന്ദ്രഗുപ്തനും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇയാളിങ്ങനെ അർത്ഥോക്തിയില്ല പകുതിയായിട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ചന്ദ്രഗുപ്തൻ ചോദിച്ചു, ഉത്സുകദാസി എനിക്ക് ഓർ ദേഹനയിലേക്ക് ഉത്സാഹത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വേറെ പ്രശ്നമൊന്നുമില്ല, രാവിലെയും 5 നാണയങ്ങളും മേടിച്ചുകൊണ്ട് പോന്നതാണ്, പിന്നെ രാജാവുമായിട്ട് പ്രശ്നമൊന്നുമില്ല, വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് നമ്മുടെ ചന്ദ്രഗുപ്തൻ ചിന്തിച്ചു. ശംഭു പറയണം, മഹാരാജ് കഹരഹേത്തെ. മഹാരാജാവ് പറയുകയാണ്, സുബഹ സവേരെ എന്ന് പറഞ്ഞാൽ ആദ്യം രാവിലെ മോർണിംഗിൽ കവിരാജ് കോ ദേഖ് കർ മൻ ഉദാസ് ഹോ ജാതാ ഹെ. ഈ കവിരാജിനെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ മനസ്സാകപ്പാടെ തകരുകയാണ്. കണ്ടപ്പോൾ എൻ്റെ മനസ്സ് സങ്കടഭരിതമാവുകയാണ്. ശംഭു പറയാണ് കവിരാജിനോട്, രാജാവ് പറഞ്ഞെന്ന്. സുബഹ കവിരാജ് കോ ദേഖ് കർ മേര ദിമാഗ് എന്താണ് ഉദാസ് ഹോ ജാതാ ഹെ. ഞാൻ ദുഃഖിതനായിത്തീരുന്നു. ഉനക്കെ സഫേദ് ബാലോമേ മുझे अपना बुढ़ापा दिखाई देता है. അവൻ്റെ സഫേദ് വാല്. അപ്പോൾ നമ്മുടെ കവിരാജ് എന്താണെന്ന് വെച്ചാൽ നല്ല നരച്ച മുടിയുള്ള ആളാണ്. അദ്ദേഹത്തിന് നരച്ച മുടിയിലേക്ക് നോക്കുമ്പോൾ
अपना बुढ़ापा दिखाई देता है. എൻ്റെ വാർദ്ധക്യമാണ് ഞാൻ കാണുന്നത്. രാജാവ് പറയും, ഈ കവിരാജിനെ ഞാൻ കണ്ടു കഴിയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നരച്ച തല കണ്ടു കഴിയുമ്പോൾ എൻ്റെ വാർദ്ധക്യമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരിക. ഉൻകി കവിതായം സുന്നയ്ക്ക് ജറാബി ഇച്ഛ നഹി ഹോത്തി. അദ്ദേഹത്തിൻ്റെ കവിത കേൾക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. പർ ക്യാ കിയാ ജായേ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അവൻ്റെ കവിത ഈ നരച്ച മുടിയായിട്ട് വന്ന് നിന്ന് പാട്ട് പാടുമ്പോൾ അത് കേൾക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ആസ്ഥാന കവിയാണല്ലോ. അതുകൊണ്ട് शंभू के मुंह से यह बात सुनकर कविराज स्तब्ध रह गया. ശംഭുവിൻ്റെ വായിൽ നിന്നും ഈ കാര്യം കേട്ടപ്പോൾ കവിരാജന സ്തബ്ധനായിപ്പോയി, ആസ്തപ്രജ്ഞനായിട്ട് നിന്നുപോയി. മനസ്സിലായോ? എന്താ ഇത്? അപ്പോൾ നമ്മുടെ കവിരാജ അന്തം വിട്ട് കൊന്തം വിഴുങ്ങിയതുപോലെ നിന്നു. എന്തായി പറയുന്നതെന്ന് ആലോചിച്ച് പോയി. ഇങ്ങനൊരു ഒന്നും അല്ല, രാവിലെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്നോട് പറഞ്ഞു വന്ന് 5 സ്വർണ്ണ നാണയവും മേടിച്ചോണ്ട് ഞാൻ പോന്ന. എനിക്ക് രാജാവിന് പെട്ടെന്ന് എന്ത് സംഭവിച്ചു ദൈവമേ? കവിരാജ് ചിന്തിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം ഡയറക്റ്റ് പേഴ്സണായിരുന്നു. സീത സദ എന്ന് പറഞ്ഞാൽ നേരെ വാ നേരെ പോ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. കുറുക്ക് വഴികളും കുനിഷ്ട് വഴികളും അദ്ദേഹത്തിന് അറിയുണ്ടായിരുന്നില്ല. ശംഭു के मुंह से बात सुनकर स्तब्ध हो रह गए. ശംഭുവിൻ്റെ വായിൽ നിന്ന് ഈ കാര്യം കേട്ടപ്പോഴത്തേക്കും കവിരാജ് സ്തബ്ധനായി നിന്നു. കവിരാജ് ഏക് सरल हृदय निष्कपट इंसान था. കവിരാജ് കവിരാജ് ഏക സരൾ ഹൃദയം, വളരെ സോഫ്റ്റ് ഹൃദയനായ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കവിരാജ്. അദ്ദേഹം ഇങ്ങനത്തെ ഒന്നും ചിന്തിക്കുന്ന വ്യക്തിയല്ല, കുനിഷ്ടില്ലാത്ത ആളാണ് അല്ലേ, വളരെ ധീത സദാ വ്യക്തിയാണ്. നിഷ്കപട്, കാപഠ്യമില്ലാത്ത ആള് കേട്ടോ, കാപഠ്യമില്ലാത്ത ആള്, മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാത്തവൻ. ഇൻസാൻ തേ, മനുഷ്യനായിരുന്നു. ഇൻസാൻ മീൻസ് മനുഷ്യൻ. വ്യക്തി ഹോക്കർ പോലെ വ്യഥിതാണ് വ്യഥിത്, വളരെ വിഷമിച്ചു, സങ്കടപ്പെട്ടുകൊണ്ട്, വ്യഥയോട് കൂടി, ദുഃഖത്തോട് കൂടി അദ്ദേഹം പോലെ ചോദിച്ചു, ബുഡാപ്പേ പർ കിസി കാ വശ് തോ നഹി ചൽതാ ഹൈ. ബുഡാപ്പ, വാർദ്ധക്യം, നീ എനിക്ക് വാർദ്ധക്യം, എന്നെ വയസ്സാക്കിക്കോ എന്ന് പറഞ്ഞാൽ ആർക്കും വയസ്സാക്കാൻ പറ്റില്ല. നീ വയസ്സാകണ്ട എന്ന് പറഞ്ഞാൽ ആർക്കും വയസ്സാകാതിരിക്കാനും പറ്റില്ല. ഇത് ആരുടെയും കൈകളിൽ നടക്കുന്ന കാര്യമല്ല. ഇത് ഓട്ടോമാറ്റിക്കലി വിത്ത് ദ പാസിങ് ഓഫ് ടൈം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. വൃദ്ധനാവുക, ജനിക്കുക, മരിക്കുക, ജനിക്കുക, വളരുക, പ്രായപൂർത്തിയാവുക, പിന്നീട് വൃദ്ധനാവുക, മരണപ്പെടുക. ഇതൊക്കെ ഒരു ചക്രമാണ്, ഒരു ജീവിത ചക്രമാണ്. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ഭൂമിയിൽ നിന്ന് നശിച്ചേ പറ്റുകയുള്ളൂ. കവിരാജ് സ്തബ്ധരഗയെ, അന്തം വിട്ടുപോയി. കവിരാജ് ഏക സരൾ ഹൃദയ നിഷ്കപട ഇൻസാൻത. കവിരാജ് ഒരു നിഷ്കളങ്കനായ, ഒരു കളങ്കവുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. വ്യഥിത് ഹോക്കർ പോലെ, വളരെ വിഷമിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ബുഡാപ്പേ പർ കിസി കാ വശ് തോ നഹി ചൽതാ. ബുഡാപ്പേ, ഈ വൃദ്ധനാവുക എന്നത് ഒരാളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ആരും പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. ഉസ്കി കവിതായം സുनने की जरा भी बुढ़ापे पर किसी का वश में नहीं चलता. मैं कर भी क्या कर सकता हूँ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ വയസ്സിനാണെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ. എനിക്ക് വയസ്സിനാണെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ വയസ്സിനായി. ഞാൻ പറഞ്ഞാൽ എൻ്റെ വയസ്സ് എൻ്റെ മുമ്പിൽ നിൽക്കുകയില്ല. വിത്ത് ദ പാസിങ് ഓഫ് ടൈം, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേ
ഇരിക്കണം, കടന്നു പോകണം. സമയം കാലഘട്ടങ്ങളിൽ സമയം അനുസരിച്ച്, സമയം കടന്നു പോകുന്നതനുസരിച്ച് നമുക്ക് മാറിയേ ഇരിക്കാൻ പറ്റുകയുള്ളൂ. आप एक काम कर सकते हैं, താങ്കൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. अब जब सवेरे कविताएं सुनाने महाराज के सम्मुख उपस्थित हो तो पगड़ी बांध कर जाए, जिससे आपको सफेद बाल छिप जाएंगे. शंभु द्वारा बताया गया उपाय सुनकर कविराज प्रसन्न हुए. ശംഭു പറഞ്ഞു കൊടുത്ത ഉപായം കേട്ട് കവിരാജിന് ഭയങ്കര സന്തോഷമായി. ശംഭു अपनी खुशी छिपाता हुआ राजमहल पहुंचा. ശംഭുവിന് ഭയങ്കര സന്തോഷം, ഇങ്ങനെയല്ല ഒരാളെ ദ്രോഹിച്ചല്ലോ എന്നോർത്ത് ഭയങ്കര സന്തോഷം. ഈ സന്തോഷവും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശംഭു രാജസദസ്സിലെത്തി. मौका पाकर फुसफुसाते स्वर में महाराज से बोला. അവസരം കിട്ടിയപ്പോൾ ഫുസ്ഫുസാത്തെ പിറുപിറുത്തുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, മഹാരാജ് അഭി കുച്ച് ദേർ പഹലെ കവിരാജ് സെ ഭേട്ട് ഹുയി ഥി. കുറച്ച് നേരം മുമ്പ് ഞാൻ കവിരാജുമായിട്ടൊന്ന് കണ്ടായിരുന്നു. വേ കഹ് രഹേ തെ, അദ്ദേഹം പറയുകയായിരുന്നു, കി പ്രതിദിൻ ആപ്കോ കവിതായം സുൻകർ തങ്ക് ആ ചുക്കേതേ സുനാക്കർ. അതായത് അദ്ദേഹം പറയാണ്, എല്ലാ ദിവസവും ഈ രാജാവിനെ കവിത കേൾപ്പിച്ച് ഞാൻ മടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. ഹമോസ് ക്യാ ബക്തേ ഹോ, ഹമോസ് സൈലൻസ്, ക്യാ ബക്തേ ഹോ, നീ എന്താണ് പറയുന്നത്? രാജാനെ കഠോർ സ്വരമേ പോലെ, രാജാവ് കഠിനമായ സ്വരത്തിൽ പറഞ്ഞു. അറിയാലോ രാജാക്കന്മാരൊക്കെ ദേഷ്യപ്പെട്ടാലത്തെ അവസ്ഥ നിങ്ങൾക്കറിയാലോ എന്തായിരിക്കും. ചിലപ്പം അവരുടെ ദേഷ്യത്തിന് വിറയിൽ കിടന്ന വാളെടുത്ത് പറഞ്ഞിട്ട് വെട്ടുന്ന കഴുത്തും കൂടെ കാണില്ല. അപ്പോൾ രാജാവ് കഠിനമായ സ്വരത്തിൽ പറഞ്ഞു. ഈ രാജാവ് അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ബുദ്ധിമാനായിരുന്നു, നല്ല മനുഷ്യനാണ്, ദയാലു എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചായിരുന്നല്ലോ. आपके सामने कविताएं सुनाने से कविराज उसके सिर में दर्द होने लगता है. താങ്കളെ കവിത കേൾപ്പിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ തലവേദന എടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇസ്ലേ വേ കൽ സെ പകടി ബന്ദ് കർ ആനെ വാലാ ഹെ. അതുകൊണ്ട് അദ്ദേഹം നാളെ മുതൽ പകടിയും കെട്ടിക്കൊണ്ടായിരിക്കും രാജ്യസഭയിൽ വരിക. ശംഭു ജൽദി ബോൾ ഗയ. ശംഭു പെട്ടെന്ന് പറഞ്ഞു. दूसरे दिन सवेरे कविराज राजमहल में पधारे. രണ്ടാമത്തെ ദിവസം കവിരാജ് രാജമഹലിലെത്തി. उनका बदला हुआ रूप देखकर सभी को आश्चर्य हुआ. അദ്ദേഹത്തിൻ്റെ മാറിയ ഈ രൂപം കണ്ട് എല്ലാവർക്കും ആശ്ചര്യം തോന്നി. കവിരാജ് സിർ पर പഗടി ധാരൺ കിയേ ഹുയേ ഹെ. കവിരാജ് തലയിൽ പഗടി കെട്ടിയ രീതിയിലായിരുന്നു. ജൈസെ ഹി വേ രാജാക്കെ സമ്മുഖ ഉപസ്ഥിത് ഹുയേ. എങ്ങനെയാണോ അദ്ദേഹം രാജാവിൻ്റെ മുന്നിൽ എത്തിയത്, സ്വയം കോ സയന്ത് കർ മഹാരാജാവിനെ ബോല. തന്നെ നിയന്ത്രിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു. കവിരാജ് ആപ്കി കവിതായം ബഹുത് ശ്രേഷ്ഠ ഹെ. കവിരാജ് താങ്കളുടെ കവിത വളരെ ശ്രേഷ്ഠതയുള്ളതാണ്, വളരെ ഗ്രേറ്റ് ആണ്. ഹം ആപ്കോ കോയി ബഡാ പുരസ്കാർ ദേനാ സോച്ച് രഹാ ഹെ. ഞങ്ങൾ താങ്കൾക്ക് വലിയ ഒരു സമ്മാനം തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ബഡി കൃപ ഹെ ആപ്കി. താങ്കൾക്ക് വളരെ താങ്കളുടെ കരുണ പോലെ അദ്ദേഹം പറഞ്ഞു. राजा ने तुरंत एक पत्र लिखा. उस पत्र को बंद करा के कविराज को सौंपते हुए बोला. ഈ പെട്ടെന്ന് തന്നെ രാജാവ് ഒരു കത്തെഴുതി. ആ കത്തെഴുതി ഒരു കവറിലിട്ട് ഒട്ടിച്ച് കവിരാജിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, പത്ര മന്ത്രി ജി കോ ദീജിയെ ദിഖായിയെ. താങ്കൾ പോയി ഈ കത്ത് മന്ത്രിയെ കാണിക്കുക. वो आपको इनाम देंगे. അദ്ദേഹം താങ്കൾക്ക് സമ്മാനം തരും. മഹാരാജ് को धन्यवाद देकर चंद्रगुप्त निकल पड़े. മഹാരാജാവിന് നന്ദി പറഞ്ഞിട്ട് ചന്ദ്രഗുപ്തൻ പോയി. सब एक सब देखकर
ശംഭു ആശ്ചര്യമേ ഡൂബ് ഗയ. ശംഭു ഇതൊന്നും ആയിരുന്നില്ല മനസ്സിൽ കരുതിയിരുന്നത്. പക്ഷെ ശംഭുവിന് ആശ്ചര്യം കൊണ്ട് അന്തം വിട്ടുപോയി. उसका दिमाग नई तरकीब सोचने में लगा. അദ്ദേഹത്തിന്റെ ബുദ്ധി വേറെ ഒരു കള്ളത്തരം ആലോചിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. वह कविराज के पास पहुंचा. അദ്ദേഹം കവിരാജിന്റെ അടുത്ത് ചെന്നു. उसे देखकर चंद्रगुप्त प्रसन्न से बोला. അദ്ദേഹത്തെ കണ്ട് ചന്ദ്രഗുപ്ത് പ്രസന്നതയോടെ സന്തോഷത്തോടെ പറഞ്ഞു, സച്മുച്ച് തും ബഹുത് അച്ഛേ ഇൻസാൻ ഹോ. സത്യമായി നീ നല്ല മനുഷ്യനാണ്. തുമാരി തർക്കീബ് സെ മഹാരാജ പ്രസന്ന ഹുയേ. നിങ്ങളുടെ ഉപായം, നിങ്ങളുടെ ഐഡിയ കൊണ്ട് രാജാവിന് ഭയങ്കര സന്തോഷമായിരിക്കുന്നു. അവർ ഇനാം മിൽ രഹാ ഹേ ആപ്കോ. അപ്പം ശംഭു സങ്കടപ്പെട്ടുകൊണ്ട് പറയാം, ഉപായം എൻ്റേതാണെങ്കിലും സമ്മാനം കിട്ടുന്നത് താങ്കൾക്കല്ലേ. अब तक महाराज से बहुत कुछ पाया है. താങ്കൾ ഇതുവരെ താങ്കൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ രാജാവ് തന്നു കഴിഞ്ഞിരിക്കുന്നു. മുझे अभी कुछ मिलना चाहिए. എനിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം. यदि आप मुझे एक पत्र दे तो പത്ര ദേതോ ബഡി കൃപ ഹോഗി. വളരെ നന്ദി ഉണ്ടാവും. താങ്കൾ ഈ കത്ത് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ പോയി മന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയി ചെന്ന് സമ്മാനം വാങ്ങിച്ചെടുത്തോളാം. ശംഭു ദീനദാസെ ബോലി. വളരെ വിഷമത്തോടെ സങ്കടത്തോടെ ശംഭു പറഞ്ഞു. കവിരാജ് ലാലച്ച് സെ കോസവും ദൂർധ. കവിരാജ് അത്യാഗ്രഹത്തിൽ നിന്നും ഒരുപാട് ദൂരെയായിരുന്നു. അദ്ദേഹത്തിന് അത്യാഗ്രഹം ഉണ്ടായിരുന്നില്ല. ഉൻഹോനെ തുരന്ത് വഹ പത്ര ശംഭുക്കോ ഥമാദിയ. അദ്ദേഹം ആ കത്ത് ശംഭുവിന് കൊടുത്തു. അവർ പോലെ എന്നിട്ട് പറഞ്ഞു, വാസ്തവമേ ഇസ് ഇനാം കെ സച്ചേ ഹക്ദാർ തും ഹി ഹോ. സത്യത്തിൽ ഇതിൽ നിന്ന് കിട്ടുന്ന സമ്മാനം നിനക്ക് തന്നെയുള്ളതാണ്. എനിക്ക് അർഹതപ്പെട്ടതല്ല, നിന്റെ ഉപായമാണല്ലോ. അതുകൊണ്ട് നിനക്ക് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടേണ്ടത്. പത്ര ഹാത്തമേ ആത്തേ ഹി ശംഭു പൂല ന സമായ. കത്ത് കൈ കിട്ടിയപ്പോഴേക്കും ശംഭുവിനുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് ആയിരുന്നു. ജൽദി സെ വഹ മന്ത്രി കെ പാസ് പൗഞ്ച. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഓടി മന്ത്രിയുടെ അടുത്ത് എത്തി. മന്ത്രി ജി കെ ഹാത്ത് മേ ഉസെ പത്ര രഖ. മന്ത്രിയുടെ കയ്യിൽ അദ്ദേഹം കത്ത് കൊടുത്തു. പത്ര മേ കേവൽ ഇത്നാ ഹി ആദേശം ലിഖാത്ത. കത്തിൽ ഇത്രയും ഈ ആദേശമായിരുന്നു എഴുതിയിരുന്നത്. പത്രവാഹകോ തുരന്ത് കൈതുകാർ ലിയ ജായി. ഈ പത്രവാഹകന് വേഗം പിടിച്ചു കെട്ടി ജയിലിൽ അടയ്ക്കുക. ശംഭുക്കോ ജയിൽ മേ ബന്ദ് കർ ദിയ. ശംഭുവിനെ ജയിലിൽ അടച്ചിട്ടു. കിസി തരോ മൗക്ക നിക്കാൽ കർ ഉസ്നെ മന്ത്രി ജിക്ക് സാരി ബാതേൻ സച്ച് സച്ച് ബദായി. ഒരവസരം കിട്ടിയപ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്തു? മന്ത്രിയോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. സത്യമായിട്ട് തുറന്നു പറഞ്ഞു. മന്ത്രിനെ രാജാക്ക് സാരി ബാതേ സംജായി. മന്ത്രി തന്നെ രാജാവിനോട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. ഇസ് ഘട്ടിയ हरकत पर समझाए. राजा इस घटिया हरकत पर आग बबड़ा हो गया. രാജാവിന് ഭയങ്കര കലി വന്നു. ഇത് കേട്ടപ്പോഴേക്കും ഭയങ്കര ദേഷ്യം വന്നു. ഉन्होंने ശംഭു ജയ്സെ തോക്കബാജുക്ക് ഉമ്ര കൈ സുനായി. രാജാവ് പറഞ്ഞു, ഇതുപോലുള്ള വഞ്ചകന്മാരെ ജീവപര്യന്തം ജയിലിൽ അടയ്ക്കണം. ബാത്ത് കവിരാജ് തക്ക് പहुंची. ഈ കാര്യം കവിരാജും അറിഞ്ഞു. शंभू को छोड़ देने का उन्होंने महाराज से बार बार निवेदन किया. മഹാരാജാവിൻ്റെ അടുത്ത് ചെന്ന് അത് ഈ ശംഭുവിനെ വിടാൻ വേണ്ടിയിട്ട് വീണ്ടും ചെന്ന് അപേക്ഷിച്ചു. പ്രഭാവിത ഹോക്കർ രാജാവിനെ ശംഭുക്ക് മുക്ത് കർ ദിയ. അദ്ദേഹത്തിലെ നന്മ കണ്ടപ്പോൾ രാജാവ് ശംഭുവിനെ ജയിലിൽ നിന്ന് മുക്തനാക്കി. പർ അബ് വഹ് മക്കർ ശംഭു നഹിത്ത. ഇപ്പോൾ അദ്ദേഹം
കണ്ണിങ് ദുഷ്ടനായ വഞ്ചകനായ ശംഭു അല്ലാതെയായി. അദ്ദേഹം നല്ല സ്വഭാവം കിട്ടിട്ടോ. കവിരാജ് की उदारता ने उन्हें पश्चाताप के अग्नि से तपकर कुंदन बना दिया था. അദ്ദേഹത്തിൻ്റെ കവിരാജിൻ്റെ ഉദാരമായി അദ്ദേഹത്തിൻ്റെ ഭാവം കണ്ട്, അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്ക ഭാവം കണ്ട് ഉൻഹോനെ പശ്ചാത്താവുക്ക് അഗ്നിമേ പശ്ചാത്താപത്തിൻ്റെ അഗ്നിയിൽ വെന്തു. കുന്ദൻ ബൻ ഗയ. കുന്ദൻ എന്ന് പറഞ്ഞാൽ സ്വർണം. അഗ്നി 916 സ്വർണ്ണ തീയിലല്ലേ വെന്തുരുകുന്നേ. ഉരുകി കഴിയുമ്പോഴാണ് അതിന് ശുദ്ധമായി തീരുന്നത്. അങ്ങനെ പശ്ചാത്താപത്തിൻ്റെ അഗ്നിയിൽ വെന്തുരുകി അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ ആയി തീർന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. മോറലൊക്കെ നിങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചർ ഈ പാഠം അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹിന്ദി മീനിങ്. ഓക്കെ, താങ്ക് യു.